വൺസ് അഗൈൻ ഈദ് മുബാറക്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂഷനാണ് വീഡിയോൻ്റെ, പെരുന്നാൾ ദിവസത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ കുവൈത്ത് സിറ്റിയിലുള്ള അസീമ മാളിലാണ് പോയിട്ടുള്ളത്. കുവൈത്തിൽ തന്നെ ഏറ്റവും വലിയ മോളാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയായിട്ടുണ്ടായിരുന്നു. കാർ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറേ ടൈം എടുത്തു. അതിനുശേഷം കാറൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ എത്തിയേക്കുമ്പോൾ കുറേ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ ഷോസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഷോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഈദ് ഡേക്കാണെങ്കിൽ കുറേ പ്രോഗ്രാംസ് പല മോളിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ പേജസിലേക്കൂടെ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു മോള് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസും അവർ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കായിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. എസമോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റൽ ഡേ പ്രമാണിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കുട്ടികളെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ ഈ ഷാർപ്പനറിൻ്റെ പെൻസിലിൻ്റെ ഷാർപ്പനറിൻ്റെ റിമൈനിങ് പാർട്സ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുട്ടികളെ കൊണ്ട് ഒരു ചെടിയും കൂടി നടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നത്. അതിനുശേഷം അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലോത്ത് ബാഗും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റായിട്ട്. അവർക്ക് കളർ ചെയ്യാനൊന്നും അറിയില്ല, പിന്നെ ഞാൻ സഹായിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാർപ്പനറിൻ്റെ റിമൈനിങ് പാർട്സ് വെച്ചിട്ട് അവർ സ്റ്റിക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അവളെ സഹായിച്ചിട്ട് ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ലുക്ക് അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് പ്ലാന്റിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ ഇടിയിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവളെ കൊണ്ട്. അങ്ങനെ ചെടിയൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ വകയായിട്ട്. അതിനുശേഷം വേറൊരു പ്രോഗ്രാം കൂടിയിട്ടുണ്ട്. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികളൊക്കെ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫോട്ടോസും വീഡിയോസും കുറേ കുട്ടികൾ കരച്ചിലൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അടുത്ത് കാണാൻ പോകുന്നത്. ജസ്റ്റ് കണ്ടു നോക്കട്ടോ. മോള് ഇത് ആദ്യമായിട്ട് കണ്ടുനോക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതിനുശേഷം കൂടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മോളിൽ വേറെയും കുറേ പ്ലേയിങ് ഏരിയയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മോള് പോയിട്ടും കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ വീഡിയോ തന്നെ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ അവൾ പറയുന്നുണ്ട് നമുക്ക് ഡിനോസറിനെ കാണാൻ വേണ്ടി പോവാം, മോളിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.